ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇസ്രയേലിൻ്റെ പ്രകാശം അഗ്നിയായും അതിൻ്റെ പരിശുദ്ധനൊരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ മുള്ളുകളും മുൾപടർപ്പുകളും നശിപ്പിച്ച് കളയും. ഇസ്രയേലിൻ്റെ പ്രകാശം എന്ന് പറയുന്ന ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എൻ്റെ ആധ്യാത്മിക ഭൗതിക പുരോഗതിക്ക് തടസ്സമായ മുള്ളുകളെയും മുൾച്ചെടികളെയും ഈശോയിൽ സമർപ്പിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിന് വളരെയേറെ ഉത്തരവാദിത്വമുണ്ട്. അവിടെ നിന്നെ വിടിവിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കും. ആ പ്രകാശം ഞാൻ എത്ര അന്ധകാരം നിറഞ്ഞ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിൻ്റെയും എൻ്റെ പാതയുടെയും അന്ധകാരം എൻ്റെ മുന്നോട്ട് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ജീവിതത്തിൽ യാതൊരു പ്രത്യാശിക്കാൻ വകയില്ലാത്ത ഇടത്തും എൻ്റെ ഏത് കൂരിരുട്ടിലും ഞാൻ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ചരിക്കുമ്പോഴും വ്യാപരിക്കുമ്പോഴും ഈ ദൈവത്തിൻ്റെ ഇസ്രയേലിൻ്റെ പ്രകാശം ഒരഗ്നിയായി ഒരഗ്നിഗോളമായി അതേ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മെ കരം പിടിച്ച് നടത്തുന്ന വലിയൊരു അനുഭവവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 17-ാം വചനം നമ്മളിങ്ങനെ ആഗ്രഹിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ മാംസം ധരിക്കും. നമ്മൾ കൃപയുടെ ഒരു അഭിഷേകത്തിലേക്ക് വരും. പ്രതിസന്ധികളെ ധീരമായി നേരിടാൻ തക്ക ഒരു കൃപ നമ്മുടെ ജീവിതത്തെ വലയം ചെയ്യും. ആമേൻ. ഹല്ലേലൂയ.